പെസഹ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏവർക്കും ഏറ്റവും സ്നേഹത്തോടെ നേരുകയാണ്. ചരിത്രത്തിൻ്റെ താളുകളിൽ എപ്പോഴും വർണ്ണപ്രപഞ്ചം സൃഷ്ടിക്കുന്ന 3 അധ്യായങ്ങളാണ് ഈ പെസഹ വ്യാഴത്തിൽ നമ്മൾ മനസ്സിലാക്കുക. ഓരോ ദിനങ്ങളിലും നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മയായിത്തീരുന്ന ഒരുപാട് പേരുണ്ട്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിനെന്ന്. ഈ ഓർമ്മ എന്നുള്ളത് വെറുതെ നമ്മുടെ ചിന്തകളിൽ ഒളിഞ്ഞു നിൽക്കുന്നത് എന്തോ പുറത്തെടുക്കുന്നതല്ല, മറിച്ച് ജീവൻ തുടിക്കുന്ന എന്തോ ഒരു അനുഭവമാണ്. ഒരു കൂട്ടുകാരി ഒരു ഗിഫ്റ്റ് തന്നാൽ ആ പ്രഷ്യസ് ഗിഫ്റ്റ് നമ്മുടെ കണ്ണുകളിലേക്ക് തെളിയുമ്പോഴേക്കും ആ തന്നവൻ്റെ ഓർമ്മ, അവൻ്റെ ചിന്ത നമ്മുടെ മനസ്സിൽ ഉദിക്കും. ക്രിസ്തു ഈ ലോകം വിട്ട് പിതാവിൻ്റെ പക്കലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് തൻ്റെ പ്രിയപ്പെട്ടവരെ അടുത്ത് വിളിച്ച് ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിനെന്ന് വലിയൊരു ഗിഫ്റ്റ് നൽകി. ആ ഗിഫ്റ്റ് ദിവ്യകാരുണ്യമാണ്, പരിശുദ്ധ കുർബാനയാണ്. ആ പരിശുദ്ധ കുർബാനയുടെ സ്ഥാപനത്തിൻ്റെ എല്ലാ നന്മകളും ക്രൈസ്തവ ലോകം എല്ലാ ദിവസവും ആചരിക്കുക. ജീവൻ തുടിക്കുന്ന അനുഭവം, ജീവനുണ്ടാകാനും സമൃദ്ധമായി ഉണ്ടാകുവാനും. അതിനാൽ ഈ വിശുദ്ധ കുർബാന എല്ലാ ദിവസവും നമ്മുടെ ജീവിതത്തിന് ഭോജ്യമായി തീർന്നതിന് ദൈവത്തിന് നന്ദി പറയാം. പൗരോഹിത്യത്തിൻ്റെ ആരംഭവും ഇന്ന് തന്നെയാണ്. ഓരോ ദിവസവും അനേക ദൈവാലയങ്ങളിൽ ലക്ഷോപലക്ഷം വൈദികരെ അർപ്പിക്കുന്ന കുർബാന, അതിൻ്റെ പിന്നിൽ പൗരോഹിത്യത്തിൻ്റെ വലിയൊരു ചിന്തയുണ്ട്. ഒരു പുരോഹിതൻ ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ പിന്തുടരുന്നവരാണ്. അതിനാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഓർമ്മയിൽ ഇന്ന് തെളിയുന്ന ഓരോ വൈദികരെയും ഓർക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള ദിനം കൂടിയാണ്. ഒരു കാര്യം കൂടിയുണ്ട്. ഏറ്റവും വിനയത്തിൻ്റെ അനുഭവം എന്നുള്ളത് പാദക്ഷാളനമാണ്. മേലങ്കി മാറ്റി, അധികാരത്തിൻ്റെ പ്രഭവസ്ഥാനം മാറ്റി, മേലങ്കിയുടെ അനുഭവം മാറ്റി അവിടെ കച്ച കെട്ടുന്ന ഒരു അനുഭവം വിനയത്തിൻ്റെ എളിമയുടെ അനുഭവമാണ്. ഇന്ന് പലരും ഊരിവെക്കേണ്ട ചിലതുണ്ട്. സ്ഥാനമാനങ്ങളുടെ, അധികാരങ്ങളുടെ, അഹംഭാവങ്ങളുടെ ആ മേലങ്കി മാറ്റി വിനയത്തിൻ്റെയും എളിമയുടെയും അങ്കി ധരിക്കട്ടെ. അങ്ങനെ പരസ്പര സ്നേഹത്തിൻ്റെ അടയാളമായ ഈ പെസഹ വ്യാഴം ഏവർക്കും അനുഗ്രഹമാകട്ടെ എന്ന് ആശംസിക്കുന്നു.